ഹലോ 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 ഗായ്സ്, നമ്മുടെ പുതിയൊരുക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണ്. അപ്പോൾ നമ്മൾ ബീഫ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുളക് കീറിയത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കൊരു കുക്കറിൽ ബീഫ് ഇട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 മുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നമുക്ക് അടച്ച് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുളക് കീറിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇറക്കിയിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണ്ടേ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ആക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ബീഫില്ലേ, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വീണ്ടും നല്ലോണം ഇളക്കിയെടുക്കാം. അതായത് കുറേ നേരം ഒരു 5-10 മിനിറ്റ് നല്ലോണം ഇളക്കിയെടുക്കുക. അതിനിടയ്ക്ക് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ലോണം ഇളക്കണ്ടേ. ഇളക്കി 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 നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കറി വയ്ക്കാം. അപ്പോൾ പരിപ്പ് കറിയാണ് നമ്മൾ വയ്ക്കാൻ പോണേ. അപ്പോൾ പരിപ്പ് കറി വയ്ക്കാൻ പരിപ്പ്, സവാള, മുളക് എല്ലാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുടപ്പൻ വയ്ക്കാം. അപ്പോൾ കുടപ്പൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ, പിന്നെ മുളക്, പിന്നെ ചുവന്നുള്ളി, പിന്നെ 2-3 വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അതിന് അത് കുടപ്പനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് വേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുടപ്പനയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കവിടെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ലോണം നമുക്കവിടെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഇന്നത്തെ ഫുഡ് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോക്ക് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ. ഞാൻ കഴിച്ചിട്ട് വരാം.